നമസ്കാരം, ഞാൻ തയ്യൽ ഗുരു. എല്ലാവർക്കും തയ്യൽ ഗുരുവിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ബോക്സ് പ്ലീറ്റ് നൈറ്റിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു നൈറ്റി മെറ്റീരിയലാണ്. ഇത് 290ൻ്റെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഇരുന്നതാണ്. ഇത് ചുരിദാർ തയ്ച്ചതിൻ്റെ ബാക്കി വന്ന ഒരു പീസാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഇതിൽ ബോക്സ് പ്ലീറ്റും ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തന്ന ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീനൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വന്നിട്ട് കോട്ട് കോളറിൻ്റെ വീനൊക്കെയാണ്. അതിപ്പം ആ കോളർ മാറ്റിയിട്ട് ആ വീനൊക്കെ മാത്രമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് അങ്ങനെ ഒരെണ്ണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കട്ടിങ് കാണാം. ഓക്കെ, നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോക്സ് പ്ലേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആദ്യം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് 15 ഇഞ്ച് ലെങ്ത് എടുക്കണം. 15 വേസ്റ്റ് ലെങ്ത് വരെ മാർക്ക് ചെയ്തിട്ട് ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിലോട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇതുവരെയാണ് നമുക്ക് ബോക്സിന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 15 ഇഞ്ച് ലെങ്ത്, അവിടെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ എനിക്ക് 8 ഇഞ്ച് ഷോൾഡർ, 8 ഇഞ്ച് ആം ഹോള്. ഇത് ചെറിയൊരു കൈക്കേ കിട്ടത്തുള്ളൂ കേട്ടോ, തുണി വീതി കുറവല്ലേ, അപ്പോൾ ചെറിയ കൈക്കേ കിട്ടത്തുള്ളൂ. 8 ഇഞ്ച്. ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും പ്രത്യേകമാണ് വെട്ടാനുള്ളത്. ഞാനതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് വെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കൈ അല്ലെങ്കിൽ ഇവിടെ ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ജോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ വെട്ടിയിട്ട് ഞാൻ പിന്നെ ഇതിന് ഫ്രണ്ട് പീസ് മാറ്റിയിട്ട് ഇത് ബാക്ക് പീസ് കറക്റ്റാക്കി എടുക്കും. അപ്പോൾ 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ലെവൽ കിട്ടാനായിട്ട് 8 ഇഞ്ച് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഇതിലോട്ട് നേരെ ഒരു വര വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം അല്ലേ. ചെസ്റ്റ് ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 12. ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മൾ ഈ വേസ്റ്റ് വരുന്ന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 1 ഇഞ്ച് കുറച്ച് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇത് ജലദോഷം ആവുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്. 11. ഇവിടുന്ന് ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മളിതിലോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആം ഹോൾ വരച്ചു. ഓക്കെ, ആം ഹോൾ വരച്ചു. അവിടെ നിന്ന് നമ്മൾ ഷേപ്പ് കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ ഈ തുണി വീതി കുറവാകുകൊണ്ട് നമുക്ക് ആ വീതി അത്രയും അങ്ങ് എടുക്കാം. ഓക്കെ, എനിക്ക് അത്യാവശ്യം സാമാന്യ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ലെങ്ത് ഫുള്ളായിട്ട് അങ്ങ് എടുക്കും. പിന്നെ ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൽ ഫ്രണ്ട് വന്നിട്ട് വീനക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇത്തിരി മനസ്സിലായല്ലോ. ബോക്സ് പ്ലീറ്റിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴി, പിന്നെ ചെസ്റ്റ്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഷേപ്പ് കൊടുത്തു. വെരി സിമ്പിൾ അല്ലേ ഇത്. എന്നിട്ട് നമുക്കിതിനെ അങ്ങ് വെട്ടാം. ഓക്കെ, ഇതിങ്ങനെ ഇത് ഞാൻ അങ്ങ് സെപ്പറേറ്റ് ആക്കുക കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്ക് പീസിൽ നമ്മൾ 3 ഇഞ്ച് കൂടുതലല്ലേ വന്നിരിക്കുന്നത്, അതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. മിക്കവാറും ഇതെനിക്ക് കൈക്ക് തികയത്തൊന്നുമില്ല.
വേറെ പീസ് വയ്ക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇത് വീതി കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. നമ്മൾ 3 ഇഞ്ചല്ലേ ഇതിൽ കൂടുതലെടുത്ത്, ആ 3 ഇഞ്ച് ഇത് ഇങ്ങോട്ട് നീക്കി ഞാനിനി വയ്ക്കും. സാധാരണ ബാക്ക് പാർട്ട് വെട്ടിയിട്ടാണ് ഫ്രണ്ടിലോട്ട് വെക്കുന്നത്. ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇത്രയുണ്ട് ഇതിൻ്റെ കട്ടിങ്. ഇതിൻ്റെ നെക്ക് ക്യാൻവാസിൽ ചെയ്യണം. ഫ്രണ്ടിൽ ഞാൻ 3 ഇഞ്ചാണ് നെക്ക് ഇടുന്നത്. 3 ഇഞ്ച് നെക്ക് വിട്ട് ഇറക്കവും ഞാൻ 3.5 ഇടും. എന്നിട്ട് റൗണ്ട് ഷേപ്പ് ബാക്ക് നെക്ക്. ഓക്കെ, ബാക്ക് ഓക്കെ. ഫ്രണ്ടിന് നമുക്ക് നെക്ക് തയ്ക്കാം. നമ്മൾ ക്യാൻവാസ് എല്ലാം ഒട്ടിച്ച് ഇതുപോലെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 4 സൈഡ് ഇതുപോലെ തയ്ക്കാം. സൈഡ് തയ്ച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ എനിക്ക് തികഞ്ഞില്ല കേട്ടോ. അത് വന്നിട്ട് തീരെ സ്ലീവ്ലെസ് പോലെ ആയി. അപ്പോൾ ഞാൻ പിന്നെ ഈ പീസിൽ തന്നെ കൈക്കെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണം വെച്ച് ഒരു ബോർഡർ പോലെ കൊടുക്കാം. ചെറുതായിട്ട് കൊടുക്കാം. ചെറിയ നീളമേ അതിന് നമുക്ക് സെൻറ്റർ കണക്കാക്കി വെച്ചെടുക്കാം. അപ്പം അതനുസരിച്ച് നമുക്ക് കൈവണ്ണം ചെയ്താൽ മതിയല്ലോ. ഇത് നമ്മൾ വേണമെങ്കിൽ ഇവിടെ പതിച്ചടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഇപ്പം നമുക്കിവിടെ താഴെ പൈപ്പിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശകലം ഒന്ന് മേലോട്ട് കയറ്റി വെച്ചാൽ അതേ കണ്ടോ, ഇതുപോലെ നമുക്ക് പൈപ്പിങ് കൊടുക്കാൻ പറ്റും. പൈപ്പിംഗ് ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ഓക്കെ, അവിടെ പിന്നെ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. ഇത് അതുപോലെ സകല പൈപ്പിംഗ് വരുന്ന രീതിയിൽ വയ്ക്കും. ഫ്രണ്ടിൽ നമുക്ക് ആദ്യം ബോക്സ് പ്ലേറ്റ് ഇടാം. അതുപോലെ കറക്റ്റാണ് വെച്ചിട്ട് നമ്മൾ 3 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്, ആ 3 ഇഞ്ച് ഇതിൽ കൊടുക്കാം.
നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തൂടെ നേരെ ബോക്സ് പ്ലേറ്റ് ടോപ്പ് ചെയ്യുന്നവർക്ക് കുത്തി ചെയ്യുന്നവർക്കൊക്കെ ഇതറിയായിരിക്കും. ഞാനത് നൈറ്റിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇതുവരെ കെട്ടിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി വയ്ക്കണം. നോക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇതിങ്ങനെ കറക്റ്റ് ബോക്സ് പ്ലേറ്റ് കറക്റ്റ് സെൻറ്റർ കണക്കാക്കി വയ്ക്കണം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇതുവരെ നെക്ക് വരണമല്ലോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് ഒരു പിന്നെ ചെയ്ത് കൊടുത്തിട്ടേക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങത്തില്ല. എന്നിട്ട് നമ്മളിതിൽ കറക്റ്റ് ഈ നോച്ചസ് കൊടുത്തേക്കുന്നുണ്ടോ, അത് കറക്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ വയ്ക്കണം. സെൻറ്ററിൽ വെച്ചിട്ട് ഈ സെൻറ്ററിൽ ഈ തയ്യലിൻ്റെ നേരെ വരാൻ നോക്കണം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പിൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിങ്ങനെ ഇതിൽ കൂടെ തയ്ക്കാം. അതിൻ്റെ അരികത്തൂടെ ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു വളവ് കൊടുത്തുകൊണ്ട് ആ വളവൊക്കെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് നമ്മൾ ഈ മിഷീനിൽ നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ചെറിയ തയ്യൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു 3-ലോ 2.5-ലോ ഒക്കെ ഇടുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റും ചെറിയ തയ്യലിടുമ്പോഴേ. അറിഞ്ഞിട്ടാത്തവരങ്ങനെ നോക്കി നോക്കണേ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിന് വെച്ച് കയ്യിട്ട് വരാം. വളരെ നമുക്ക് കട്ട് ചെയ്യാം. കഴിഞ്ഞിട്ട് അങ്ങനെ അത് ഇങ്ങനെ വെച്ച് കറക്റ്റ് വെച്ച് അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ച് ഭംഗി കിട്ടും. ഞാനിപ്പോൾ എണീക്കാൻ പഠിച്ചിട്ട് ഇപ്പോൾ അയൺ ചെയ്യുന്നില്ല, അല്ലാതെ കാണിച്ചു തരാം. എനിക്കുള്ളതാവുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല. ഓക്കെ, ഇങ്ങനെ കറക്റ്റാണ് വന്നിട്ട് ഇനി എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഇത് വരെ
ഇവിടെ ഒന്ന് ഞാൻ ഞാൻ എന്തായാലും അയൺ ചെയ്തിട്ട് വരാം കേട്ടോ. കാരണം എന്നാലും കറക്റ്റാണ് ഇരിക്കുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീനിൽ ചെറുതായിട്ടും കൊടുക്കാം ഈ എൻഡിൽ. ഇതുപോലെ ഇപ്പം ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ബട്ടൺ വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ. എനിക്കെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തതിന് ശേഷം നോക്കാം ബട്ടൺ വെക്കാൻ പറ്റും. കഴിഞ്ഞിട്ട് ഇനി ബാക്ക് പീസ് എടുത്ത് ഇതിൻ്റെ പുറത്തിട്ട് നല്ല വശം കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കഴുത്ത് നമ്മൾ അരഞ്ച് ഗ്യാപ്പിൽ നമ്മൾ മടക്കങ്ങാത്തോട്ട് പോയല്ലോ. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കറക്റ്റാണ് ഇവിടെ കറക്റ്റാണ് വയ്ക്കരുത്. നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, കൈക്കുഴിയുടെ ഭാഗത്ത് കറക്റ്റാണ് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ കാണുമല്ലോ, നമുക്ക് അവിടെ നിന്ന് കഴുത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡ് കൈക്കുഴിയുടെ ലെവൽ ചെയ്ത് വയ്ക്കും. ഇവിടെ നമുക്ക് 2 സ്റ്റിച്ച്
ഈ ബട്ടൺ വെച്ചിട്ട് ബട്ടൺ വെക്കണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. എനിക്കാവുന്നുണ്ട്, നോക്കാം. ഓക്കെ, കൊള്ളാമോ? ഇതിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പോലെ ഉണ്ടല്ലേ ഈ നെക്ക്. ഞാൻ ഇവിടെ കട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഇത്രയും 15 ഇഞ്ചല്ലേ കാണിച്ചത്, ഇവിടം വരെ 15 ഇഞ്ച് കാണിച്ചു. പക്ഷെ 15 ഇഞ്ച് ഇവിടം വരെ ഇരിക്കുന്നത് കൊണ്ട് വേണ്ട കേട്ടോ, 13 ഇഞ്ചൊക്കെ മതി. ഞാനൊരു 2 ഇഞ്ച് വരെ ഞാൻ മേളിലോട്ട് സ്റ്റിച്ച് ഇളക്കി വിട്ടു. കണ്ടോ, അപ്പോഴൊരു ഭംഗി വന്നത് കാണാൻ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇപ്പം മിക്സ് ആൻഡ് മാച്ച് നൈറ്റി പോലെ ഉണ്ടല്ലേ. കഴുത്ത് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നന്നായിട്ടില്ലേ? ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.